രാജാവ് ഒരല്പം നിരാശയിലാണ്. ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് പ്രതീക്ഷിച്ചു. എന്തായാലും തനിക്കെന്ന് പറഞ്ഞു. ഒരുപാട് രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ താൻ ഇല്ലാതാക്കി. ഒറ്റ ഫോൺ കോളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തി. നമ്മളെ ട്രംപണ്ണനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിന് ഇക്കുറി നൊബേൽ സമ്മാനം കിട്ടുമെന്ന്. എന്തു സംഭവിച്ചു? ഇപ്രാവശ്യം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മറിയ കൊറിയ മജോണ്ടെ, വെനീസിലിയൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മറിയ കൊറീന മജോണ്ടെ. വെനീസിലിയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ അക്ഷീണ പ്രയത്നത്തിനും സ്വച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നിയുക്തവും സമാധാനപരവുമായ ഒരു മാറ്റം കൈവരിക്കുന്നതിനുള്ള പോരാട്ടത്തിനുമാണ് അവർക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകുന്നത് എന്ന് നൊബേൽ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. വളർന്നു വരുന്ന അന്ധകാരത്തിൽ ജനാധിപത്യത്തിൻ്റെ ദീപശിഖ അണയാതെ കാക്കുന്ന ധീരയും പ്രതിബദ്ധതയുള്ള സമാധാനത്തിൻ്റെ വക്താവുമായിട്ടാണ് 2025 പുരസ്കാരമെന്ന് നൊബേൽ കമ്മിറ്റി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കണം നമ്മളുടെ ഫ്രണ്ട് ട്രംപ് അണ്ണൻ, ഓർമ്മയില്ലേ, നമുക്ക് ഈ ഗുജറാത്തിലൂടെയൊക്കെ പോകുമ്പോൾ രണ്ട് ഭാഗത്തും മതിൽ കെട്ടി സാധാരണക്കാരായ ജനങ്ങളെല്ലാം മറച്ച് ട്രംപ് അണ്ണനെ ഒരു പ്രത്യേക പാതയിലൂടെ കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അണ്ണന് വലിയ ദുഃഖമായി ഈ കാര്യത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശയാവുന്നതാണ് ഈ പ്രഖ്യാപനം. സമാധാന നൊബേലിന് തൻ്റെ അത്ര അർഹത മറ്റാർക്കുമില്ലെന്ന വാദം ട്രംപ് നിരന്തരം ആവർത്തിച്ചു. ഇക്കുറി താൻ അധികാരത്തിലേറി 7 മാസത്തിനകം ഇന്ത്യ പാകിസ്ഥാൻ, കംബോഡിയ തായ്ലൻഡ്, കസോവ സൈബീരിയ, കോങ്കോ റുവാണ്ട, ഇസ്രായേൽ ഇറാൻ, ഈജിപ്റ്റ് എത്യോപ്യ, അർമേനിയ അസർബൈജാൻ തുടങ്ങിയ 7 രാഷ്ട്രങ്ങളിലെ യുദ്ധം താനായിട്ട് നിർത്തി, താൻ പറഞ്ഞു നിർത്തി എന്നൊക്കെയാണ് അണ്ണൻ ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്നത്. പക്ഷേ നൊബേൽ കമ്മിറ്റി ഇത് വല്ലതും കാണുന്നു.